ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഫുഡ് കണ്ടാലോ? അങ്ങനെ കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അരിഞ്ഞ് വൃത്തിയാക്കണം. ഫസ്റ്റ് നമുക്ക് പിച്ചാത്തിടെ മൂർച്ച കൂട്ടാം, എന്നിട്ട് ബാക്കി ചെയ്യാം. ഇനി നമുക്ക് കപ്പ അരിഞ്ഞാലോ? അങ്ങനെ നമ്മൾ കപ്പയെല്ലാം അഴിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കാം. നമുക്കിനി കപ്പ വേവിക്കാൻ വെക്കാം. ഓക്കെ, ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കപ്പ കഴുകിയ കപ്പ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. കപ്പയിട്ട് വെള്ളം കൂടി ഉപ്പൂടിട്ട് നമ്മളിത് വേവിക്കാൻ വെക്കും. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. നമുക്ക് കുറച്ച് കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പൂടിട്ടാം. എന്നിട്ട് ഇനി ലാസ്റ്റ് ഇതായി കഴിയുമ്പോൾ ഒന്നുകൂടെ നോക്കിയിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ടാ നമ്മൾ അരപ്പ് അരയ്ക്കത്തില്ലേ, അതിൻ്റെ അകത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്യാം. അപ്പം അതിനി എവിടെ നിന്ന് വേവട്ടെ. ആ ടൈമിൽ ഞാൻ ഇനി അതിനുള്ള അരപ്പ് ശരിയാക്കട്ടെ. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കപ്പ വേവിച്ചതും മീൻകറിയാണ്. അപ്പം ഞാൻ മീനെല്ലാം ഓൾറെഡി ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കറി വെക്കണം, എന്നിട്ട് കപ്പയ്ക്കുള്ള അരപ്പ് റെഡിയാക്കണം. കപ്പ ഓൾറെഡി വെന്ത് ഞാൻ ഇവിടെ അതിൽ വെള്ളമെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിനുള്ള സാധനങ്ങൾ അരയ്ക്കാം. ഞാനാണെങ്കിൽ ഓൾറെഡി തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, ഉപ്പും, ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും ഒരു പച്ചമുളകും പിന്നെന്താ ഇച്ചിരി ജീരകവും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കിത് അരച്ചോണ്ട് വരാം. ഞാൻ ഈ അരച്ച അരപ്പ് കപ്പയ്ക്കകത്ത് ഇടാൻ പോവാണേ. ഇത് അങ്ങനെ തന്നെ വെച്ചിട്ടൊന്ന് ആവിയേറ്റണം. ഞാൻ തീ കുറച്ചിട്ടിട്ടുണ്ട്, ഫുൾ കുറച്ചിട്ടേക്കുക. ഒന്ന് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടുത്തെ കുടംപുളി മുളക് ഇട്ട നല്ല മീൻകറി ഉണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാമേ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നാ എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ. ഒത്തിരി നോക്കിക്കേ. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ട് ചക്കുപ്പി? എമ്മിയാ? ചക്കു ഇതെങ്ങനെയുണ്ട് നോക്കിക്കേ. സൂപ്പറാ. അപ്പം ഇനി ഞങ്ങൾ കഴിക്കട്ടെ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.